കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്താണ് വൈകുന്നത്, പ്രഖ്യാപനം വൈകുന്നു, എന്തുകൊണ്ടാണ്? അത് ചില സീറ്റുകളിൽ ചില ഒഴിവുകൾ എന്താ പറയേണ്ടത്, കമ്മ്യൂണൽ ബാലൻസും കൂടെ നോക്കി തീരുമാനിക്കാം. 24-ൻ്റെ ആൻസർ പ്ലീസിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ആലപ്പുഴയിൽ KC മത്സരിക്കുകയാണെങ്കിൽ നന്നാവുന്നതാണ്. എങ്ങനെ MP-യുടെ അഭിപ്രായം? അല്ല, അതിപ്പോൾ ആലപ്പുഴയുള്ളവർക്കല്ലേ അറിയാൻ പറ്റും, എനിക്കറിയില്ലല്ലോ. വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? എന്നോട് മത്സരിക്കണം എന്നുള്ള സൂചന നൽകി ഞാൻ മത്സരത്തിന് തയ്യാറെടുക്കും. ബാക്കിയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, അതെനിക്കറിയില്ലല്ലോ. എന്നോട് മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന് സൂചന നൽകി ഞാൻ അതിൻ്റെ എല്ലാ വർക്കും നടത്തുന്നുണ്ട്. ഏതാ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും എനിക്ക് നിർദ്ദേശം മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം. മറ്റൊന്ന്, ഈ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം എത്ര ദിവസത്തിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അത് വന്നാൽ ഞാനിപ്പോൾ വടകരയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അന്തിമ പട്ടിക എപ്പോഴാണ് വരിക വെച്ചാൽ വരട്ടെ. അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഏതായാലും എന്നോട് രംഗത്ത് നിൽക്കാൻ പറഞ്ഞു. കാരണം വടകരയിൽ ഇപ്പോൾ ആർക്കും മത്സരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് വടകരയ്ക്ക് വലിയ ഉറുതും തള്ളൊന്നുമില്ല. ആർക്കും വേണ്ടാത്തതല്ല, അവിടെയൊക്കെ പോയിരുന്നെങ്കിൽ കുറച്ച് മനക്കെട്ടിയും നല്ല ധൈര്യവും വേണം. എനിക്കത് രണ്ടും ഉണ്ട്. കാരണം അവിടെ അക്കരെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതായത് ഈ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്തിയാലേ വടകരയിൽ ജയിക്കാൻ കഴിയൂ. എനിക്കൊരു ധൈര്യക്കുറവില്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വടകര ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാണോ? അതിൻ്റെ പരീക്ഷണം ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളുടെ ദൗർബല്യവും ഞങ്ങളുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ്സിനും അറിയാം, ലീഗിനും അറിയാം. അത് ഞങ്ങൾ 53 കൊല്ലത്തെ ബന്ധമാണ്. അങ്ങനത്തെ ഒരു ബന്ധം CPM-ന് ഇല്ലല്ലോ. കോൺഗ്രസും ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് 970. ആ സഖ്യം ഉണ്ടായിട്ട് ആ സഖ്യം ഇന്നേരം ബ്രേക്ക് ഇല്ലാണ്ട് പോവുക. അതുപോലത്തെ ഒരു സഖ്യം ഇവർക്കുണ്ടോ? CPI ചെന്നിട്ട് എത്ര നാളെ, കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? RJD ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ജനതാദൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായിട്ട് കേരളത്തിൽ സീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. LDFൻ്റെ കൂടെയുള്ള ഏത് പാർട്ടിയാണ് അവരുടെ കൂടെ ഒരു 15 കൊല്ലത്തെ ബന്ധമുണ്ട്. ആകെ CPI ഇപ്പോൾ 80 പോയി. അതിനുശേഷമുള്ള ബന്ധമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് 10 കൊല്ലം ഞങ്ങളുടെ കൂടിയായിരുന്നു. CPI തന്നെ പറയാറുണ്ട്, ഞങ്ങൾ വന്നുകൊണ്ടാണ് 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും ഭരണം കിട്ടുന്നത് CPM-ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ബന്ധം തുടങ്ങിയത് ജയരാജൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ശക്തിയും ദൗർബല്യവും ജയരാജനെ അളക്കാൻ ഞങ്ങൾ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അവസാന നിമിഷം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തതായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ കോൺഗ്രസിന് മുമ്പിൽ ലീഗ് വഴങ്ങി എന്നൊക്കെ പറഞ്ഞ ലീഗ് പ്രവർത്തകർക്കിടയിൽ അങ്ങനത്തെ പ്രചരണമൊക്കെ ഉണ്ട്. അതിനുള്ളൊരു അവസരം ഒഴിവാക്കിവിടായിരുന്നു നേരത്തെ തന്നെ. അല്ല, അത് നേരത്തെയൊക്കെ പറയായിരുന്നു, നേരത്തെയൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ ഏതായാലും ഒക്കെ സെറ്റിൽ ചെയ്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ട്. ഇല്ല, അതൊന്നും അടിവാരലിന് സാധ്യത തെളിയോ? അതൊന്നും അങ്ങനെ വരുമൊന്നുമില്ല. ലീഗുകാരിക്കലും അങ്ങനെ വരില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭയവും ഞങ്ങൾക്കില്ല. അത്രയും വിശ്വാസമുണ്ട്. അത്രയും വിശ്വാസമുണ്ട്.